അപ്പോൾ എന്താണ് ഈ പ്രോസസ്സ് എന്ന് പറയുന്നത്? നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു വാക്കാണതല്ലേ? നമ്മുടെ കമ്പ്യൂട്ടറുകൾ ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഷടപടയെന്ന് ചെയ്യുന്നതിൻ്റെ പിന്നിലെ ആ ഒരു മാജിക്, അതാണ് പ്രോസസ്സ്. നമുക്കതൊന്ന് സിമ്പിളായിട്ട് പൊളിച്ചടുക്കി നോക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളൊരു സൈഡിൽ ബ്രൗസറിൽ എന്തെങ്കിലും വായിക്കുന്നു, അതേസമയം തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് കേൾക്കുന്നു, പോരാത്തതിന് ഒരു ഡോക്യുമെന്റ് ടൈപ്പും ചെയ്യുന്നുണ്ടാവും. ഇതെല്ലാം ഒരേ സമയത്ത് ഒരു കുഴപ്പവുമില്ലാതെ എങ്ങനെയാണ് കമ്പ്യൂട്ടർ മാനേജ് ചെയ്യുന്നത്? ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇത് ശരിക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിനെ ഒരു വലിയ, എപ്പോഴും തിരക്കുള്ള ഒരു ഡിജിറ്റൽ കിച്ചനായിട്ട് ഒന്ന് സങ്കല്പിച്ചു നോക്കാം. എല്ലാ പണികളും തകൃതിയായി നടക്കുന്ന ഒരിടം. അപ്പോൾ ഈ അടുക്കളയിൽ രണ്ട് പ്രധാന കാര്യങ്ങളുണ്ട്. ഒന്ന് പാചകക്കുറിപ്പ്, അതായത് നമ്മുടെ പ്രോഗ്രാം. പിന്നെ ആ പാചകക്കുറിപ്പ് നോക്കി ഭക്ഷണമുണ്ടാക്കുന്ന പാചകക്കാരൻ, അതാണ് പ്രോസസ്സ്. ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു റെസിപ്പി ബുക്ക് പോലെയാണ്. അത് ഹാർഡ് ഡ്രൈവ് എന്ന ഷെൽഫിൽ വെറുതെ ഇരിക്കും, തനിയെ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എപ്പോഴാണോ നമ്മൾ ആ റെസിപ്പി വെച്ച് പാചകം ചെയ്യാൻ തീരുമാനിക്കുന്നത്, അപ്പോൾ ഒരു ഷെഫ് വന്ന്, അതായത് ഒരു പ്രോസസ്സ് സ്റ്റാർട്ടായി, അത് ആവശ്യത്തിന് മെമ്മറിയും CPU ഒക്കെ എടുത്ത് ആക്റ്റീവായി പണി തുടങ്ങും. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പ്രോഗ്രാം ഒരു സജീവമായ പ്രോസസ്സായി മാറുന്നു. ഇനി ഇതിന്റെ കുറച്ചുകൂടി ഒഫീഷ്യലായ ഒരു നിർവചനം നോക്കിയാലോ? കമ്പ്യൂട്ടർ സയൻസിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു മൾട്ടി പ്രോഗ്രാം സിസ്റ്റത്തിൽ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതായത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമിനെയാണ് പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ പാചകക്കാരന്റെ ഉദാഹരണവുമായി കറക്റ്റായി ചേരുന്നുണ്ടല്ലേ? ശരി. അപ്പോൾ ഈ തിരക്കേറിയ അടുക്കളയിൽ ഒരുപാട് പാചകക്കാർ ഒരേ സമയം പണിയെടുക്കുമ്പോൾ കാര്യങ്ങളൊക്കെ ആരാണ് നിയന്ത്രിക്കുന്നത്? അവിടെയാണ് നമ്മുടെ ഹെഡ് ഷെഫിന്റെ എൻട്രി. അതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അഥവാ OS. ഓരോ പ്രോസസ്സും എന്തു ചെയ്യുന്നു, അവർക്ക് എന്തൊക്കെ വേണം എന്നെല്ലാം കൃത്യമായി നോക്കി നടത്തുന്നത് ഈ ഹെഡ് ഷെഫാണ്. ഈ ഹെഡ് ഷെഫ് ഓരോ പാചകക്കാരനെയും എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? സിമ്പിളാണ്. ഓരോരുത്തർക്കും ഓരോ പേര് അല്ലെങ്കിൽ ഒരു ID നമ്പർ കൊടുക്കും. കമ്പ്യൂട്ടറിന്റെ കാര്യത്തിലോ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓരോ പ്രോസസ്സിനും ഇതുപോലൊരു യുണീക്ക് ID കൊടുക്കും. അതിനെയാണ് നമ്മൾ പ്രോസസ് ID അല്ലെങ്കിൽ ചുരുക്കി PID എന്ന് പറയുന്നത്. അതുകൊണ്ട് വെബ് ബ്രൗസറിനും മ്യൂസിക് പ്ലെയറിനുമൊക്കെ വെവ്വേറെ PID ഉണ്ടാവും. ഇത് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ ഭയങ്കരമായി സഹായിക്കും. അപ്പോൾ ഒരു പ്രോസസ്സിന്റെ ചില പ്രധാന സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? 1. ഓരോന്നിനും സ്വന്തമായി ഒരു PID ഉണ്ടാകും. 2. അവയ്ക്ക് ഒരേ സമയം പ്രവർത്തിക്കാൻ പറ്റും. പിന്നെ ഇതിൽ ഏറ്റവും രസകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രോസസ്സിന് വേണമെങ്കിൽ പുതിയ പ്രോസസ്സുകളെ ഉണ്ടാക്കാൻ കഴിയും, ഒരു അച്ഛനും മക്കളും പോലെ. ഇതിനെയാണ് പാരന്റ് ചൈൽഡ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് പ്രോസസ്സുകൾ ചേർന്ന് ഒരു മരം പോലെ ഒരു പ്രോസസ് ട്രീ തന്നെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് തിരികെ വരാം. മൾട്ടി ടാസ്കിങ്ങിന് പിന്നിലെ യഥാർത്ഥ മാന്ത്രിക വിദ്യ എന്താണ്? അത് മറ്റൊന്നുമല്ല, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇതുപോലെ നൂറുകണക്കിന് പ്രോസസ്സുകളെ ഒരേ സമയം ഒരു കുഴപ്പവുമില്ലാതെ മാനേജ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു അനുഭവം കിട്ടുന്നത്. ശരി, നമ്മുടെ ഈ ഡിജിറ്റൽ അടുക്കളയിലെ ഇപ്പോൾ ഒരുപാട് ഷെഫുമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയം വരും. ഇവർ പരസ്പരം കൂട്ടിയിടിക്കാതെ അല്ലെങ്കിൽ ഒരേ സാധനത്തിനു വേണ്ടി കടിപിടി കൂടാതെ നമ്മുടെ ഹെഡ് ഷെഫായ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെയാണ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്? അതൊരു ഇൻട്രസ്റ്റിംഗ് ചോദ്യമാണല്ലേ? അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത തവണ സംസാരിക്കാം.